നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. വളരെ 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 സന്തോഷകരമായ വാർത്ത. എനിക്കൊന്ന് കേരളത്തിലെ കുട്ടികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നൊരു വാർത്ത തന്നെയാണ്. +1 +2 പൊതുപരീക്ഷ. നമുക്കറിയാം +1 +2 പൊതുപരീക്ഷയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് ദോഷവശങ്ങൾ ടൈം ടേബിളിൽ ഉള്ള പരീക്ഷയാണ്. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളായിട്ടോ ഒക്കെ അനൗൺസ് ചെയ്യും. വളരെ കൺഫേംഡ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു അധ്യാപകൻ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഫേക്ക് ന്യൂസ് വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടാത്തതും അങ്ങനെ ന്യൂസ് കിട്ടുന്നതിനോട് താല്പര്യം ഇല്ലാത്ത ഒരു അധ്യാപകനാണ്. ഒരു നല്ലൊരു ന്യൂസ്, ഒരു ട്രസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ്, സത്യസന്ധമായ ഒരു ന്യൂസ് കിട്ടുമ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് കിട്ടുമ്പോൾ ന്യൂസ് കിട്ടുമ്പോൾ മാത്രം അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപനം എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് അറിയാൻ സാധിച്ചത് 99%, 100% ഞാൻ പറയുന്നില്ല, പൊതുപരീക്ഷകൾ മാറ്റും. നിങ്ങളുടെ കമൻസും ഷെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള വീഡിയോസിനെല്ലാം. അത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, മാക്സിമം കമൻസ് ഇടുക. കാരണം ഇത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ വിജയമാണ്. നമ്മുടെ ചാനലിൽ ഉള്ള പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നല്ലതുപോലെ ഷെയർ ചെയ്യുകയും അതുപോലെ നല്ലപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കാണുകയും ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. മാത്രമല്ല ഒരുപാട് അധ്യാപകരും അധ്യാപക സംഘടനകൾ ഇൻഡിവിജ്വലായിട്ടുള്ളവരെല്ലാം ഒരുപാട് കംപ്ലൈൻറ്റ് പോയ സ്ഥിതിക്ക് 3-4 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉള്ളതുകൊണ്ട് പൊതുപരീക്ഷകൾ +1-ൻ്റെയും +2-ൻ്റെയും മാറ്റാനുള്ള സാധ്യത 99% ഉറപ്പായി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡിസിഷൻ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത് എന്നാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്കും നിങ്ങളുടെ രീതിയിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊന്നും തന്നെ നമുക്ക് ഗ്യാപ്പുകളില്ല. പഠിക്കാനുള്ള ഒന്ന് വായിച്ചു നോക്കാം. നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒന്ന് വായിച്ചു നോക്കാൻ പോലും സമയമില്ല. ഫിസിക്സിന് ഒരു ദിവസം, ബയോളജിക്ക് +2 ആണെങ്കിൽ ബയോളജിക്ക് ഒരു ദിവസം, +1 ആണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. മിനിമം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മിനിമം 3 ദിവസമെങ്കിലും വേണം എന്നാണ് ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ടൈമിൽ വിടുമ്പോൾ പ്രധാന വിഷയങ്ങൾക്ക് 3-4 ദിവസം വരെ കൊടുക്കാം. ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും ബോട്ടണിക്കായാലും സുവോളജിക്ക്, സുവോളജിക്കൊക്കെ 4 ദിവസം നല്ലതാണ്. 2 ദിവസം ബോട്ടണി, 2 ദിവസം സുവോളജി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷിനൊക്കെ പരിമിതമായ ദിവസം മതി. പക്ഷെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നല്ല ഒരു ടൈം ടേബിൾ ഇനി ഇടുമ്പം അത് ശ്രദ്ധിച്ച് ഇടണമെന്നാണ് നമുക്കും വിദ്യാഭ്യാസ വകുപ്പിനോടുള്ളൊരു അഭ്യർത്ഥനയാണ്. ഇത് അഭ്യർത്ഥന ഇത് കുട്ടികളിൽ നിന്നുള്ള അഭ്യർത്ഥന മാത്രമല്ല, അധ്യാപകരിൽ നിന്നുള്ള അഭ്യർത്ഥന അങ്ങനെ തന്നെയാണ്. കാരണം നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. 2, ഉച്ചയ്ക്ക് നടത്തുന്ന പരീക്ഷ ടൈം ടേബിൾ മാറ്റാനുള്ള പ്രധാന കാരണത്തിൽ ഒന്ന്, കാരണം നോമ്പിൻ്റെ സമയമാണ്. നട്ടുച്ചയ്ക്കാണ് പരീക്ഷ നടത്തുന്നത്. നട്ടുച്ചയ്ക്ക് പരീക്ഷ നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പരീക്ഷകൾ പണ്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൊടും ചൂടാണ്. നമുക്ക് മാർച്ചിലൊക്കെ മഞ്ഞത്ത് ഇവിടെ ക്രിസ്മസിന് പരീക്ഷ നടത്തിയിട്ട് പിള്ളേർ കിടന്നുറങ്ങുവാണ്. അന്നേരം ഇനി കൊടും ചൂടിൽ പരീക്ഷ നടത്തിയതിനു ശേഷം ചിലപ്പം ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാം. അന്നേരം എന്തിനാണ് രാവിലെ പരീക്ഷ നടത്തുക? അന്നേരം ഈ നോമ്പ് നോക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. അല്ലാത്തുള്ള കുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികൾക്കും അത് നല്ലൊരു ആശ്വാസമായിരിക്കും. അന്നേരം ഇത് പരീക്ഷ മാറ്റിവെക്കാൻ അല്ലെങ്കിൽ പരീക്ഷയുടെ പുനഃക്രമീകരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ട്, ഈ ഉച്ചയ്ക്ക് നടത്തുന്ന പരീക്ഷ അത് രാവിലെ ആക്കാനുള്ള ചാൻസ്, എന്നാലും പ്രധാന പരീക്ഷകളെല്ലാം രാവിലെ ആക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലായിരിക്കും ഇനിയുള്ള പുത്തൻ ടൈം ടേബിളിൽ രാവിലെ ആയിരിക്കും പരീക്ഷകൾ കൂടുതൽ. അന്നേരം ഇനി നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അതായത് ഓരോ പരീക്ഷകൾക്ക് എത്ര ദിവസം ഗ്യാപ്പ് വേണം. ഒരുപാട് ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉഴപ്പും. ഇപ്പം നിങ്ങൾ തന്നെ 8 ദിവസം 7 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ പരീക്ഷ നന്നായിട്ട് നമ്മൾ ഉഴപ്പും. നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, അടുത്ത ദിവസം പഠിക്കാം. ഇല്ല, നമ്മുടെ ഓരോ ദിവസം നമ്മൾ പഠിക്കാമെന്ന് പറയുന്നത് മാറ്റും. നമുക്ക് മിനിമം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മതി. നിങ്ങൾ കമൻസ് വ്യക്തമായിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് പൊതുപരീക്ഷ മാറ്റും എന്നുള്ളത് 99% ഉറപ്പായി കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. ഒഫീഷ്യലായിട്ട് അടുത്ത് തന്നെ ഉറപ്പായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം നിങ്ങൾ നോക്കുക. എന്തായാലും ഇതിനകത്തൊരു ഭാഗമാകാൻ ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എനിക്കും കഴിഞ്ഞു. കാരണം ഇങ്ങനെയുള്ള എല്ലാ വർഷങ്ങളും നമ്മൾ കൃത്യമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാറുണ്ട്. അത് ഇങ്ങനെ നമുക്ക് വീഡിയോസിനകത്തൂടെ പറയാൻ പറ്റത്തുള്ളൂ. അത് മാക്സിമം കുട്ടികൾ അത് ഏറ്റെടുക്കുമ്പോഴാണ് അത് സക്സസ് ആകുന്നത്. 99.9% ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം സക്സസ് ആയിട്ടേ ഉള്ളൂ. അന്നേരം അത് നിങ്ങളുടെ മിടുക്കാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ മിടുക്കാണ്. ആ കുട്ടികളത് കാണുന്നത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അത് ഒഫീഷ്യൽസിന് എത്തിക്കുകയും എന്നുള്ളത്. അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും കൂട്ടായ്മ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഒരു പരീക്ഷയുടെ ടൈം ടേബിൾ മാറ്റുന്നതും അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുന്നതെല്ലാം.
അന്നേരം ഇതെല്ലാവരുടെയും വിജയമാകട്ടെ. അത് നല്ലൊരു ഗംഭീര വാർത്തയ്ക്കായിട്ട് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അന്നേരം എല്ലാ ന്യൂസുകളും പ്രാക്ടിക്കൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് പുത്തനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെവർ എവർ ഗീവ് അപ്പ്.